തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി. മരങ്ങൾ കടപുഴകി വീണു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. നട്ടരാജ് പരശുരാം താമസിക്കുന്ന നട്ടരാജ്, പടിയൂരിലെ നാശനഷ്ടം എത്രയുണ്ട്? ഗൗരവതരത്തിലുള്ളതാണ്. പീച്ചി ഡാമിൽ എന്താണ് സ്ഥിതി? അല്പസമയം മുമ്പ് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഇരിങ്ങാലക്കുട പടിയൂരിൽ പറഞ്ഞോളൂ നട്ടരാജ്. അല്പസമയം മുമ്പാണ് ഇരിങ്ങാലക്കുട പടിയൂരിൽ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ മിന്നൽ ചുഴലി ഉണ്ടായത്. വലിയ നാശനഷ്ടങ്ങൾ തന്നെ പ്രദേശത്തുണ്ടായി. പല വീടുകളിലും മേൽക്കൂരകൾ പറന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇട റോഡുകളിലൊക്കെ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്നൊരു സാഹചര്യവും ഉണ്ടായി. വലിയ രീതിയിലുള്ള നാശനഷ്ടം പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചെട്ടിയാൽത്തറയിൽ റോഡിന് സമീപം താമസിച്ചിരുന്ന റോസി എന്ന ആളുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരിക്കൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ഭാഗ്യകരമാണ്. പല വീടുകളിലും ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം തകരാറിലാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ നഷ്ടം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ മറ്റു ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ചേലക്കരയിലും മറ്റുമൊക്കെ തന്നെ വീടുകൾ തകർന്നു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിരപ്പള്ളിയിൽ രാവിലെ റോഡിൽ വലിയൊരു മരം കടപുഴകി വീണ് വാൽപ്പാറയിലേക്കും മലക്കപ്പാറയിലേക്കുമുള്ള ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പീച്ചി ഡാമിലും വലിയ രീതിയിൽ വെള്ളം വൃഷ്ടി പ്രദേശത്ത് കൂടുന്നൊരു സാഹചര്യമുണ്ട്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8 മണി മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് വീതം 10 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നാണ് അറിയിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ മണലിപ്പുഴ, കരുവന്നൂർ പുഴ തുടങ്ങിയ പുഴകളിലെ ജലനിരപ്പ് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ പുഴകൾക്ക് സമീപം താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ പല ഭാഗത്തും ശക്തമായ മഴ തുടരുകയാണ്. പല ഭാഗത്തും വീടുകൾ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളുണ്ട്. മിക്ക വീടുകളും മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പഴയ വീടുകളാണ്. ഇവിടെയൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ശ്രമവും തുടരുകയാണ്. ഓറഞ്ച് അലേർട്ട് ജില്ലയിൽ തുടരുന്നുണ്ട്. നാളെയും കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. സൈഫ്.